ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പരത്താതെ കുഴയ്ക്കാതെ എങ്ങനെ ഈസി ആയിട്ട് ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വെച്ചതാണ്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ലേശം മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. വേറെ ഒന്നും അതിലേക്ക് ഞാൻ തൽക്കാലം ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്ര ഉപ്പും മുളകും പൊടി കൂടി ഇട്ടിട്ടാണ് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം ഒന്ന് നമ്മൾ സാധാരണ പൊരിച്ചെടുക്കുന്നത് പോലെ ചിക്കൻ പൊരിച്ചെടുക്കാം. ചിക്കൻ റെഡി ആകുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ മൈദപ്പൊടി ഒരു കയ്യിലെടുത്തിട്ടുണ്ട്, ഒന്ന് അരിച്ചെടുത്തതാണ്. അതിലേക്കൊരു കോഴിമുട്ടയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ദോശ ചുടുന്ന രീതിയിലായിട്ട് നമുക്ക് ചെയ്യാം. അധികം ലൂസും ആവേണ്ട, അധികം ടൈറ്റും ആവേണ്ട. അപ്പോൾ ഈ രീതിയിലായിട്ട് വേണം നമുക്ക് മാവ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ മാവ് ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും ഇവിടെ നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ സവാളയും ഒരു പച്ചമുളകും കൂടിയാണ്. ഞാൻ അതിനായിട്ട് സവാള ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് ചിക്കനാണ്. അപ്പോൾ ഞാൻ ആ പൊരിച്ച ചിക്കൻ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. നന്നായിട്ട് പൊടിയേണ്ടതില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് ഞാൻ ചിക്കൻ പൊരിച്ച ആ ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മസാല സെറ്റാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും എന്തായാലും നമുക്ക് കുഴപ്പമില്ല. ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കതിലേക്ക് ലേശം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് മസാലപ്പൊടികൾ. അതിനായിട്ട് ഞാൻ ഗരം മസാല ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗരം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ മഞ്ഞൾപ്പൊടി ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനൊരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പം നമുക്കതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്.
ചിക്കൻ ഓൾറെഡി നമ്മൾ പൊരിച്ചതുകൊണ്ട് അധികം വേവാനൊന്നും ഉണ്ടാവില്ല. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഞാനൊന്നും കൂടി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളകും പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലകളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാല റെഡിയാക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മസാലക്കൂട്ട് തന്നെയാണ്. അപ്പം നമ്മളെല്ലാ സമൂസ ഉണ്ടാക്കുമ്പോഴും എല്ലാ ഐറ്റത്തിനും നമ്മൾ ഇങ്ങനെ തന്നെ ആണല്ലോ മസാല തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെയാണ്, അല്ലാതെ പ്രത്യേകിച്ച് ചിക്കൻ റോളിനൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 3 കോഴിമുട്ടയാണ്. അപ്പം ഞാനതൊന്ന് പൊട്ടിച്ച് ഒരു പ്ലേറ്റിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം പരന്ന് കിടന്നാൽ നമുക്കത് ഈസിയായി കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പരന്ന പ്ലേറ്റിലാണ് ഞാൻ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നത്. അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കലക്കി കൊടുക്കുന്നുണ്ട്. അപ്പം മുട്ടൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റസ്ക് പൊടിയാണ്. അപ്പം ഞാനിതാ കുറച്ച് റസ്ക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ മാവ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്ക് ദോശയാക്കി ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. കയ്യിൽ വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പം നമ്മുടെ പത്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഐഡിയ ആണ് കേട്ടോ ഈ ദോശ ചുട്ടെടുക്കുക എന്നുള്ളത്. അപ്പോൾ പത്തിരി പരത്താനും കുഴക്കാനും ഒന്നും നിൽക്കണ്ട. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ഓരോ ദോശകളും ചുട്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് വെക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് ആ ചിക്കൻ്റെ മസാല വെച്ചിട്ട് നമുക്കൊന്ന് അത് റോളാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ വെച്ചിട്ട് ഒരു സൈഡിൽ മടക്കിയിട്ട് മറ്റു 2 സൈഡും കൂടി മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കത് പുറത്തേക്കൊന്നും പോവില്ല. അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ മടക്കിയെടുക്കണം. എല്ലേതും ഞാൻ അതുപോലെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് മുട്ട നമ്മൾ കലക്കി വെച്ചിരുന്നല്ലോ, ആ മുട്ടയിൽ കലക്കിയിട്ട് ഒന്ന് റസ്ക് പൊടിയിലും കൂടി മുക്കിയിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ നന്നായിട്ട് ഓയിൽ ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യാനുസരണം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഫ്രൈ ചെയ്യേണ്ടതില്ല. നന്നായിട്ട് ഉള്ളിലുള്ള എല്ലാതും വെന്തത് കൊണ്ട് തന്നെ ഒരു ബ്രൗൺ നിറമാവുമ്പോഴേക്കും നമുക്കൊന്ന് കോരിയെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കോരിയെടുക്കാം. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനം തന്നെയാണ് ചിക്കൻ റോള്. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ ആണല്ലോ ചിക്കൻ റോള് വാങ്ങിക്കാറുള്ളത്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കാം. വളരെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ് ചിക്കൻ റോള്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് കഴിക്കാനായിട്ട്. അപ്പം മോൾക്ക് ഞാൻ കൊടുത്തതാണ്. ഓളെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. നീ ഒന്ന് കടിച്ച് തിന്നാണ്.
എങ്ങനെയുണ്ട് അതാ? സൂപ്പർ. നല്ല ചൂടുണ്ട്. അടിപൊളിയല്ലേ? ആണോ? നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കാം. കിടിലൻ സാധനമാണ്, ട്രൈ ചെയ്യണേ. എൻ്റെ മണക്കിട്ടൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചൂടില്ലാതെ കഴിക്കണം, പക്ഷെ എനിക്ക് നല്ല ചൂടുണ്ട് കേട്ടോ.